വെൽക്കം ബാക്ക് ടു അറബി അക്കാദമി. നമ്മൾ അഫ്ദലുൽ ഉലമ പ്രിലിമിനറിയിലെ ഒന്നാമത്തെ വർഷത്തിലെ ഖസസുൻ നബിയീൻ എന്ന പുസ്തകമാണ് പഠിക്കുന്നത്. ഹിസ്റ്ററി ഓഫ് ഇസ്ലാം എന്നാണ് നമ്മുടെ സബ്ജക്റ്റ്. അത് 2 പുസ്തകങ്ങൾ ഉണ്ടായിരിക്കും. അതിൽ ഒരു പുസ്തകം ഖസസുൻ നബിയീൻ എന്നതാണ്, മറ്റൊരു പുസ്തകം അൽ ആലമുൽ ഇസ്ലാമി എന്ന് പറയുന്ന മറ്റൊരു പുസ്തകമുണ്ട്. നമ്മുടെ ഈ പുസ്തകം പഠിക്കുന്നതിന് മുമ്പ് തന്നെ ചില കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. നിങ്ങൾ 10ാം ക്ലാസ് കഴിഞ്ഞ് +1 വരുന്നതിന് സമാനമായൊരു വിദ്യാഭ്യാസം നൽകപ്പെടുന്നൊരു സമയമാണ്. ഇത് അബുൽ ഹസൻ അലി നദ്വി എന്ന് പറയുന്ന ലോകപ്രസിദ്ധനായ ഒരു ഇസ്ലാമിക പണ്ഡിതന്റെ, നോർത്ത് ഇന്ത്യയിലെ ഇസ്ലാമിക പണ്ഡിതന്റെ പുസ്തകത്തിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്. സ്വാഭാവികമായി അദ്ദേഹം വലിയ സാഹിത്യകാരനാണ്. അദ്ദേഹത്തിൻ്റെ എഴുത്ത് വളരെ കരിമാത്ര പ്രസക്തമായ കാര്യങ്ങൾ പറയുമ്പോൾ പോലും അതിൽ സാഹിത്യത്തിൻ്റെ അംശം നമുക്ക് പലപ്പോഴും കാണാൻ പറ്റും. അത് അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. അപ്പം അതുകൊണ്ട് ഈ വിഷയം പഠിക്കാൻ ഒരുപാടില്ല, വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ മനസ്സിലാക്കേണ്ടതുള്ളൂ. പരീക്ഷയ്ക്ക് നിങ്ങൾ എഴുതുന്ന സന്ദർഭത്തിൽ നിങ്ങൾക്കത് മലയാളത്തിൽ എഴുതാൻ പറ്റും. അപ്പോൾ നമ്മൾ ഈ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ നമ്മൾ ഇന്ന ഭാഗം ശ്രദ്ധിക്കണം എന്ന് പറയുമ്പോൾ നിങ്ങൾ ആ ഭാഗം വളരെ കൃത്യമായി നോട്ട്സ് എഴുതിയെടുക്കേണ്ടതാണ്. നിങ്ങളുടേതായിരിക്കുന്ന ഒരു ലെക്ചർ നോട്ട് നിങ്ങളുടെ കയ്യിലുണ്ടാവണം. അതെന്തിനാണെന്ന് വെച്ചാൽ, നമ്മൾ ഇനി ഡിഗ്രി തലത്തിലേക്ക് വരികയാണ്. ഈ 2 കൊല്ലം കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ഡിഗ്രി പഠിക്കേണ്ടി വരും. അപ്പോൾ ഡിഗ്രി പഠിക്കുന്ന സന്ദർഭത്തിൽ നിങ്ങൾക്ക് ആരും നോട്ട് തരാൻ പോകുന്നില്ല. നമ്മൾ സ്വയം നോട്ട് എഴുതി മനസ്സിലാക്കേണ്ടതാണ്. അപ്പോൾ ഇതിൽ വളരെ പ്രധാനപ്പെട്ട പോയിന്റുകൾ എന്തെല്ലാം എന്ന് വളരെ കൃത്യമായി നിങ്ങളോട് ഞാൻ പറയും. ഇതിലെ അറബിയിൽ നിങ്ങൾ എഴുതാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഒരു പക്ഷെ നമുക്കത് സാധിക്കണമെന്നില്ല, കാരണം അത്രയും സാഹിത്യ സമ്പുഷ്ടമായിട്ടുള്ളൊരു പുസ്തകമാണിത്. എന്നാൽ അതിൻ്റെ വിഷയം വളരെ കുറവാണ് താനും. അപ്പോൾ 2 പുസ്തകമുണ്ട് എന്നൊക്കെ പറയുമ്പോൾ ഇത്രയും പുസ്തകമൊക്കെ പഠിക്കാൻ പറ്റുമെന്ന് ആരും ബേജാറാവേണ്ടതില്ല എന്നർത്ഥം. അത് നമുക്ക് അതിൻ്റെ കാര്യങ്ങൾ കംപ്ലീറ്റ് നമുക്ക് പഠിക്കാനും എഴുതാനും ഉള്ളത് വളരെ കുറച്ചേ ഉള്ളൂ എന്നർത്ഥം. ഓക്കെ, നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്നത് അൽ അസുറുൽ ജാഹിലി കാലഘട്ടത്തെ പറ്റിയാണ്. ഇപ്പൊ ജാഹിലി കാലഘട്ടം, അതാണ് നമ്മൾ നോട്ട്സിൽ എഴുതേണ്ടത്. ജാഹിലി കാലഘട്ടത്തെ പറ്റിയാണ് നമ്മൾ ആദ്യം പഠിക്കുന്നത്. ബഅദ നബിയില്ലാഹി ഈസ ഇബ്നു മറിയം അലൈഹിസ്സലാം. ജാഹിലി കാലഘട്ടം എന്നത് ആരംഭിക്കുന്നത് അള്ളാഹുവിൻ്റെ പ്രവാചകനായ ഈസ ഇബ്നു മറിയം റളിയല്ലാഹു അൻഹുവിൻ്റെ ശേഷമാണ്. ഇതിലെ എല്ലാ പദങ്ങളും നിങ്ങൾ അർത്ഥം നോട്ട് ചെയ്യേണ്ടതില്ല, കാരണം അത് ബുദ്ധിമുട്ടാണ്. അത്രയും അധികം പദങ്ങൾ നമുക്കുണ്ടാവും. വിഷയങ്ങളാണ് മനസ്സിലാക്കേണ്ടത്. അപ്പൊ ജാഹിലി കാലഘട്ടം എന്ന് പറയുന്നത് എവിടെയാണ്? എന്താണ് ജാഹിലി കാലഘട്ടം എന്ന് പറയുന്നത്? ഈസാ നബി അലൈഹിസ്സലാമിൻ്റെ ശേഷം മുഹമ്മദ് നബി മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരെയുള്ള കാലഘട്ടം, അതാണ് ജാഹിലി കാലഘട്ടം എന്ന് പറയുന്നത്. അല്ലാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മുമ്പുള്ള എല്ലാ കാലഘട്ടവും ജാഹിലി എന്നാണെന്ന് വിചാരിക്കരുത്. ജാഹിലി കാലഘട്ടം എവിടെ മുതൽ എവിടം വരെ, അതാണ് ഇമ്പോർട്ടൻറ്റ്. അതെവിടെയാണ്? ഈസാ നബി അലൈഹിസ്സലാമിൻ്റെ കാലഘട്ടം മുതൽ ഈസാ നബി അലൈഹിസ്സലാം മരിച്ചതിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടം വരെയുള്ള സമയമാണ് അൽ അസുറുൽ ജാഹിലി എന്ന് പറയുന്നത്. ത്വാലത്തിൽ ഫത്രതു, കാലയളവ് ദീർഘമായിരിക്കുന്നു, ഒരുപാട് കാലങ്ങൾ കഴിഞ്ഞുപോയി. വസാദൽ വലാമു ഫിൽ അലം, ലോകത്ത് ഇരുട്ട് വ്യാപകമായി നയിക്കാൻ തുടങ്ങി. മനുഷ്യ സമൂഹത്തെ പിന്നെ നയിക്കുന്നത് ഇരുട്ടായി മാറാൻ തുടങ്ങി. വഗാബൻ നൂർ വൽ ഇൽമു, വിജ്ഞാനങ്ങളും വെളിച്ചവും ഒക്കെ മറഞ്ഞുപോയി, അപ്രത്യക്ഷമായി. വഖഫഖത്തിൽ അസ്വാത്ത് അല്ലതി റഫഅഹ അൽ അംബിയാ വൽ മുർസലൂൻ ഫി ഉസൂരിഹിം, നബിമാരും മുർസലുകളും അവരുടെ കാലഘട്ടങ്ങളിൽ ഉയർത്തിയിട്ടുണ്ടായിരുന്ന എല്ലാ ശബ്ദങ്ങളും മെല്ലെ ഖഫഖത്ത്, നിശബ്ദമായി പോയി. അവർ ഏത് ശബ്ദങ്ങളാണ് ഉയർത്തിയത്? ബിത്തൗഹീദിൻ നഖിയ്യി വദ്ദീനിൽ ഖാലിസ്, ശുദ്ധമായ തൗഹീദിന്റെ ശബ്ദം, വദ്ദീനിൽ ഖാലിസ്, നിഷ്കളങ്കമായ ദീനിന്റെ ശബ്ദം, അള്ളാഹുവിൻ്റെ കലിമത്തിന്റെ ശബ്ദം. അതാണ് മുർസലുകളും അമ്പിയാക്കളും പറഞ്ഞിട്ടുണ്ടായിരുന്നത്.
ആ ശബ്ദങ്ങളെല്ലാം ഈ ജാഹിലി കാലഘട്ടത്തിലെത്തിയപ്പോൾ നിശബ്ദങ്ങളായി മാറി. ഫീ സ്വൈഹാത്തിൽ ജഹ്ലി വല്ലലാല, അറിവില്ലായ്മയുടെയും ജഹിൽ, അറിവില്ലായ്മയുടെയും പിഴച്ച മാർഗത്തിന്റെയും കൊടുങ്കാറ്റുകളിൽ അതെല്ലാം നിശബ്ദമായി. അല്ലത്തി സ്വഹബിഹ അൽ മുഹ്തരിഫൂൻ വദ്ദജ്ജാലൂൻ, അങ്ങനെയൊരു അവസ്ഥ, അങ്ങനെയൊരു കൊടുങ്കാറ്റുകൾ സൃഷ്ടിച്ചത് ആരാണ്? അൽ മുഹ്തരിഫൂൻ വദ്ദജ്ജാലൂൻ, ദജ്ജാലുകളും മുഹ്തരിഫൂൻ ദീനിനെ വ്യതിചലിപ്പിച്ചവരുമാണ്. വൻതഫഅത്തിൽ മസ്വാബീഹ്, വിളക്കുകൾ അണഞ്ഞുപോയിരിക്കുന്നു. അല്ലത്തി ഔഖദഹ അംബിയാഉല്ലാഹി വറസുലിഹി, അള്ളാഹുവിന്റെ പ്രവാചകന്മാരും മുർസലുകളും കത്തിച്ചു വെച്ച വിളക്കെല്ലാം അണഞ്ഞു പോയിരിക്കുന്നു. വഖുലഫാഉഹും, അവരുടെ പ്രതിനിധികളും കത്തിച്ചു വെച്ച വിളക്ക് അണഞ്ഞുപോയി. മിനൽ അവാസിഫില്ലത്തി ഹബ്ബത്ത് ഹീനം ബഅദ ഹീൻ, ഇടയ്ക്കിടയ്ക്ക് വീശിയടിച്ച കൊടുങ്കാറ്റു കാരണത്താൽ. ഇപ്പൊ ചുരുക്കി പറഞ്ഞാല് എന്താണ് അവിടെ പറയുന്നത്? ആ ഖണ്ഡികയിൽ പറയുന്ന കാര്യം എന്താണ്? ജാഹിലി കാലഘട്ടം എന്ന് പറയുന്നത് അംബിയ മുർസലുകൾ ഉയർത്തിപ്പിടിച്ചിരുന്ന തൗഹീദിന്റെ ശബ്ദങ്ങളെല്ലാം അസ്തമിച്ചു പോയ ഒരു കാലമാണ്. അംബിയ മുർസലുകൾ കത്തിച്ചു വെച്ച ദീനിന്റെ വിളക്കുകളെല്ലാം അണഞ്ഞുപോയ ഒരു കാലമാണ്. വിജ്ഞാനം, പ്രകാശം, വെളിച്ചം ഇതെല്ലാം നിശബ്ദമായി, ഇതെല്ലാം അണഞ്ഞുപോയ, ഇതെല്ലാം ഇല്ലാതെയായി പോയ ഒരു കാലഘട്ടമാണ്. ഇതാണ് ജാഹിലി കാലഘട്ടം. അപ്പൊ ആ ഒരു ആശയം മനസ്സിലാക്കണം നമ്മൾ. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, തുടങ്ങുമ്പോഴേ പറഞ്ഞിരുന്നു, വളരെ സാഹിത്യത്തിലാണ് പറയുക. അബുൽ ഹസൻ അലി നദ്വി എന്ന് പറയുന്ന പണ്ഡിതൻ. അപ്പൊ ആ സാഹിത്യം നമുക്കിവിടെ കാണാൻ പറ്റും. ഈ സാഹിത്യത്തിൽ നിങ്ങൾ ഒരിക്കലും എഴുതണം എന്നുമില്ല, ആ വിഷയം നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. യെസ്,